ഇത് ഇപ്പോൾ കൂടുതൽ രാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ വരികയാണ്. തുർക്കി ഈ ഘട്ടത്തിലൊക്കെ പാകിസ്ഥാനൊപ്പമല്ല എന്ന് പറയുമ്പോഴും പാകിസ്ഥാന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊപ്പം ചേരുന്ന നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന ഭയമുണ്ടെന്ന് പ്രസിഡന്റ് എർദോഗാൻ പറയുകയാണ്. മിസൈൽ ആക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവനെടുക്കുന്നു, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന അവസ്ഥ എന്നുള്ളതാണ് തുർക്കി ഇതിൽ നൽകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. എന്തായാലും മറ്റു കുറെ ലോകരാഷ്ട്രങ്ങളൊക്കെയും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നുണ്ട് ഈ വിഷയത്തിന്മേൽ എന്നുള്ളത് ഓർക്കണം. നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇതുവരെ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ തന്നെയാണ് അതിന് പിന്നിൽ എന്നതിലും യാതൊരു സംശയവുമില്ല. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു വലിയ ആക്രമണം അതാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ആക്രമണം മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര തലത്തിൽ അവരുടെ നാട്ടിൽ തന്നെ വിഘടനവാദം ശക്തമാവുകയും ബലൂചിസ്ഥാൻ ആർമിയുടെ നേതൃത്വത്തിൽ ഉള്ള കൊച്ച ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അവിടെ നടക്കുകയും ചെയ്താണ് പാകിസ്ഥാനെ വലിയ തോതിൽ വലയ്ക്കുമെന്നതിൽ സംശയമില്ല. കറാച്ചിയിൽ ഉൾപ്പെടെ കറാച്ചി തുറമുഖത്ത് ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഇനി നേരം വെളുത്താലായിരിക്കും അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനിടയിൽ ഇപ്പോഴും ഈ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെയൊക്കെ തള്ളിപ്പറയുന്ന പ്രതികരണങ്ങൾ പാകിസ്ഥാൻ ജനപ്രതിനിധികളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ഒപ്പം ഷഹബാസ് ഷെരീഫ് അദ്ദേഹത്തെ ഇപ്പോൾ പാക് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിലില്ല. അദ്ദേഹത്തിന്റെ വസതിക്ക് 20 കിലോമീറ്റർ പുറത്തേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരികയാണ്. കരസേനാ മേധാവിയുടെ അട്ടിമറി ഉണ്ടാകുന്നു പാകിസ്ഥാനിൽ. അങ്ങനെ പാകിസ്ഥാൻ പൂർണ്ണമായും പാകിസ്ഥാനെ ഇന്ത്യ വരിഞ്ഞു മുറുക്കുന്നതോടെ ആഭ്യന്തരപരമായും പാകിസ്ഥാൻ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാമ്പത്തികമായി തന്നെ നമുക്കറിയാം പാകിസ്ഥാൻ അത്രമേൽ പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ്. അതിനിടയിലാണ് ഈ ഭീകര പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 100 ഭീകരരെ കൊലപ്പെടുത്തി ഇന്ത്യ പാകിസ്ഥാൻ ഭീകരരെ വധിച്ചു എന്നുള്ളതാണ് രാവിലെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മാറുകയാണ്. പക്ഷേ അതേസമയവും എല്ലായ്പ്പോഴും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ ഒരു തരത്തിലും ഈ യുദ്ധത്തിന് ഇരയാകരുത് എന്നുള്ള പ്രതിജ്ഞയുമായി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതെന്ന് ആവർത്തിക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ. ആ തരത്തിലുള്ള ഒരു നീക്കുപോക്കുകളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ്. അനന്തൻ, ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും നയതന്ത്ര തലത്തിൽ, അതായത് കൂടുതൽ രാഷ്ട്രങ്ങൾ UN ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സംയമനം പാലിക്കൂ എന്ന് പറയുമ്പോഴും നമുക്കറിയാം ആദ്യ സിന്ധു നദീജല കരാറിന്റെ സമയത്ത് ഈ കരാർ മരവിപ്പിക്കുമെന്നുള്ള തീരുമാനം ഇന്ത്യ പറയുന്ന സമയത്ത് കരാർ മരവിപ്പിച്ചാൽ സിന്ധുവിലൂടെ ഒഴുകുന്നത് ഇന്ത്യക്കാരുടെ രക്തമായിരിക്കുമെന്നൊക്കെ പറയാൻ തയ്യാറാകുന്ന ജനപ്രതിനിധികൾ ഒരു രാജ്യത്തിൽ ഉണ്ടാകുന്നത് തന്നെയാണ് ആ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരാ സങ്കടം അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള അവസ്ഥ എന്ന് നമുക്ക് പറയേണ്ടി വരും. അവിടെ നിന്നാണ് പാകിസ്ഥാൻ ഇന്ന് നമ്മൾ ഈ കാണുന്ന മെയ് 8-ാം തീയതി രാത്രി ഇന്ന് ഈ നിമിഷവും നമ്മൾ ഉൾപ്പെടെ ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം ഉറ്റുനോക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിന്മേൽ ഇടപെടുന്നത് ഉൾപ്പെടെ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കിക്കാണേണ്ടത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നയതന്ത്ര നേട്ടങ്ങൾ അതെങ്ങനെയായിരിക്കും? പക്ഷേ ഈ ഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 2 ആണവ രാജ്യങ്ങളാണ്, അവർ മുഖാമുഖം നിൽക്കുന്നു. വലിയ തുറന്ന യുദ്ധത്തിലേക്ക് ആകാശയുദ്ധം ഏതാണ്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. വലിയ യുദ്ധമാണ്, ആകാശയുദ്ധമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വൈകുന്നേരം 8:30 മണി മുതൽ ആരംഭിച്ചത്. അത് അവസാനിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയില്ല. കാരണം ഇടയ്ക്കിടെ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ഇന്ത്യൻ ഭാഗത്തേക്ക് വരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴുമുണ്ട്. മാത്രമല്ല പാക് വ്യോമ മേഖലയിൽ ഇന്ത്യൻ ആക്രമണം ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. ഏതായാലും പാകിസ്ഥാനിൽ ഇന്ത്യ വലിയ പ്രഹരം ഏൽപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ തുർക്കിയുടെ പ്രതികരണമായി പുറത്തു വന്നിരിക്കുന്നത്. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന അവസ്ഥ എന്ന രീതിയിലാണ് തുർക്കിയുടെ പാക് അനുകൂല പ്രസ്താവന. അതിൽ മിസൈൽ ആക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്നു എന്നുകൂടി എർദോഗൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയ കാഷ്വാലിറ്റി പാക് മേഖലയിൽ സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ആക്രമണത്തിന് ഇന്ത്യക്ക് നേരെ ഉണ്ടായ പാക് ആക്രമണത്തിന് മറുപടി എന്നോണം കനത്ത പ്രഹരം തന്നെ പാകിസ്ഥാനിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയുമായി ചർച്ച ചെയ്യാൻ അവർ സാധ്യമായ എല്ലാ വഴികളും തേടുന്ന ഒരു രാത്രിയായി ഇത് മാറുന്നുണ്ടോ എന്നുള്ള കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം അർത്ഥമാണ് തുർക്കിയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. എങ്ങനെ വേണമെങ്കിലും അല്ലെങ്കിൽ ഈ നിലവിൽ ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിലപാട്, പക്ഷേ പാകിസ്ഥാൻ അനുകൂലമായ പൂർണ്ണമായും നിന്നുകൊണ്ടാണ് തുർക്കി അങ്ങനൊരു നിലപാട് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തെ അവർ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്നു. പാകിസ്ഥാന്റെ പക്ഷം പിടിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് തുർക്കിയുടെ പ്രതികരണത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്.